ഹായ് ഹലോ നമസ്തേ കപ്ഫിസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ പൈങ്കിളിയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. അമ്പാൻ നമ്മളെ സജിൻ ഗോപു പിന്നെ അനശ്വര രാജൻ ആയിട്ടുള്ള ശ്രീജിത്ത് ബാബുവാണ് ഡയറക്ഷൻ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്? ഫഹദ് ഫാസിലും നമ്മുടെ ആവേശത്തിന്റെ ഡയറക്ടർ ജിത്തു മാധവൻ. പുള്ളിയാണ് റൈറ്റർ. അപ്പോൾ കണ്ടു നോക്കാം. പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആയിരിക്കും നോക്കാം. എനിക്ക് അവരെങ്ങനെ കാണാൻ പറ്റൂല. എന്റെ മനസ്സിൽ അവരുടെ മുഖമുണ്ട്. ഒരു മാനസികയുടെ അമ്മയുടെ വർഷം നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾക്ക് മനസ്സിലാവും അന്ന് നിങ്ങൾ പോയി മാറ്റണ്ടേ അത് അവരെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി ഒളിച്ചോടാൻ പറഞ്ഞാലേ വഴിക്കൂടാനല്ല, പ്രേമിച്ചിട്ട് ഒളിച്ചോടണം. പ്രേമിച്ച് ഒളിച്ചോടാണെങ്കിൽ എനിക്ക് കുറച്ച് കല്യാണത്തിന് നോക്കാൻ പോരെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള അല്ലെങ്കിൽ ഫാമിലിയോട് വെച്ചിട്ട് ഇങ്ങനത്തെ മെമ്പർ സെറ്റ് ആവും. നീ വല്ല കുട്ടികളെയും കഴിക്കണം. സ്റ്റെപ്പ് 2 എന്തായിട്ട് സ്റ്റെപ്പ് 3 പ്രേമം. അതായത് ഒരു പേര് കണക്കിനൊരു ഒരു പ്രേമം അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഒളിച്ചോട്ടം എല്ലാം കൂടെ ഒക്കെ ഉള്ളൊരു മിക്സിങ്. കൂടെ എടാ ഗ്യാസ് ഒക്കെ സിനിമയ്ക്ക് പുള്ളി ഇപ്പോഴാണ് കാണുന്നത്. അത് ഒന്നുകൂടെ നോക്കാം. അതെന്താണാ, അതായത് ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് പൊന്മാന ഉണ്ടില്ലേ, അതില് പുള്ളിയുടെ തടിയും ഇത് കണ്ട ഭയങ്കര സ്കെൽറ്റ് ആയിട്ട് അല്ലേ. ഇത് ആദ്യം എടുത്തായിരിക്കും. പുള്ളി മറ്റേ ആവേശം കഴിഞ്ഞിട്ട് അല്ല, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ ബോഡി ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ അല്ലേ. കൊള്ളാല്ലേ പുള്ളി. എടാ ഇത് നോക്ക്, അതായത് ഫെബ്രുവരി 14 റിലീസ്. ഫെബ്രുവരി 14, അതായത് ഇപ്പൊ സ്റ്റോറി ഇത് കണ്ടുവെച്ചപ്പോൾ ഒരുമാതിരി ഒരു ലവേഴ്സ് ട്രാക്ക്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ഒരു ദിവസം മാത്രം. എടാ യങ് ഓഡിയൻസിനെ കണക്ക്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതേ ടൈമിൽ ഇറങ്ങിയാണ് പ്രേമലു. ഏകദേശം ഇതല്ല, കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ആ ഒരു കഥ കണക്ക്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് കൊള്ളൂന്നല്ല, എല്ലാവർക്കും കോമഡി തോന്നും. അങ്ങനെ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനെ ഇതായിട്ടൊന്നും ഇല്ല. പുള്ളിക്ക് നല്ലോണം അത് പറ്റുന്നുണ്ടല്ലേ, പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ അതാണ് പുള്ളീനെ ഞാൻ മറ്റേ സിനിമയ്ക്ക് ശേഷം ഇപ്പാണ് കാണുന്നത്. നല്ല മറ്റേ സപ്തമശ്രീ തസ്കരയിൽ ഇതുപോലത്തെ പള്ളിലച്ഛനായിട്ട് വരും. അതിനകത്ത് കോമഡി ഉണ്ട്. ഇല്ല പുള്ളി അങ്ങനെ ഉണ്ട് ഇതുപോലെ. ഞാൻ സപ്തമശ്രീ തസ്കരയില് കണ്ടിട്ടുണ്ട്. പിന്നെ അനശ്വരയൊക്കെ ഉള്ള അതിലൊരു തുള്ളി 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 വയ്ക്കുന്ന കണക്ക്. പിന്നെ മറ്റേ ഇതിനൊക്കെ ഉണ്ടല്ലോ ജിസ്മ വിമൻ, മറ്റേ ഇതിനകത്തുള്ള അതേപോലെ ചന്തു സലീം കുമാറിന്റെ ആ ഒരു നമ്മുടെ സലീം കുമാറിന്റെ കുറെ ഇത് എല്ലാം ഉണ്ടല്ലേ. ഒരു അവിടെ ഇവിടേക്ക് ഒരു ഇത് ഈ പടത്തിൽ ചിലപ്പം പുള്ളീനെ കണക്കൊരു ഇത് വന്നാല പുള്ളിയുടെ ഒരു നാച്ചുറൽ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളില്ലേ, അത് കണക്കുള്ള ഇത് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇപ്പൊ പുള്ളി പതുക്കെ പുള്ളിയുടെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്തോണ്ട് വരുന്നുണ്ട്. പുള്ളി മറ്റേ സീരിയസ് ചെയ്ത റോളുകളിലൊന്നും പക്ഷെ ഈ എടുത്തു പറയാനും മാത്രം അത് കൂടുതലും സീരിയസ് ക്യാരക്ടറുകളും അങ്ങനെയൊക്കെയാണ്. മറ്റേ അതിനകത്ത് കോമഡി ആയിട്ടല്ലേ നീമ്പോളുടെ മറ്റേ ഇങ്ങനെ അതായിരുന്നു നീമ്പോളല്ലേ ടോവിനോ തോളിങ്ങനെ കൈ വെച്ചിട്ട് നടിയർ എന്തായാലും നല്ല റോളുണ്ട്. പുള്ളിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടറുകൾ
എടുക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. പുള്ളിക്ക് അതിനുള്ള കാലിബർ ഉണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടൊരു എനിക്കൊരു വൈബ് കൊടുക്കണം തോന്നണം. എന്തായിരുന്നാലും കളർഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഇപ്പൊ പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേക്കാണ് ഇറങ്ങുന്നത്. അപ്പം പടം കണ്ടിട്ട് നമ്മളെ റിവ്യൂ എന്തായിരുന്നാലും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ടിക്കറ്റ് ഹണ്ടിങ് പരിപാടി നടത്തും. അപ്പൊ എന്തായാലും അടുത്തൊരു ട്രെയിലർ ഇറങ്ങുമ്പോൾ നമുക്ക് വരാം. അടുത്തൊരു ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ടും വരാം. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ ശരി.